നിങ്ങൾ എല്ലാവരും സാറിനെ ടാറ്റ IPL കാണുന്നില്ലല്ലോ. ഇന്ന് ഞാൻ കളിക്കുന്നത് മാച്ച് നമ്പർ 55 SRH-DC പ്രീ മാച്ച് പ്രിവ്യൂ പറയാനാണ്. ഇന്നത്തെ മത്സരത്തിൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ പിച്ച് ബാറ്റിംഗ് ആണെങ്കിലും ഇപ്പോഴത്തെ സ്കോർ എന്ന് പറയുന്നത് 190-200 ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ടോസ് കിട്ടുന്ന ടീം ബാറ്റിംഗ് ചൂസ് ചെയ്യാൻ സാധ്യതയില്ല, ബൗളിംഗ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. സംശയം പറയാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. കമ്മിൻസും അക്സറും ഏറ്റുമുട്ടിയപ്പോൾ കിട്ടിയ വിജയങ്ങൾ 13 സ്ലൈഡ്ലി ഹൈദരാബാദിനുണ്ട്. പക്ഷേ 12 ജയങ്ങളാണ് ഡൽഹിക്കുള്ളത്. ജയിച്ചാൽ 13 ആവും. റിസൾട്ട് ഇല്ലാതെയാണിത്. നോ റിസൾട്ട് ഒരു കളി പോയി വന്നിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഡ്രീം 11 പ്രൊഡിക്റ്റഡ് പ്ലേയേഴ്സിനെ പറ്റി പറയാം. ഫസ്റ്റ് ചെന്നൈ, ഡൽഹിയുടെ അക്സർ പട്ടേൽ നമ്മൾ ഇടണം. അതുപോലെ തന്നെ കരുൺ നായരും ബ്രസും രാഹുലും. അതിന് പുറത്ത് കമിൻസും അഭിഷേകും. അഭിഷേകിനെ ക്യാപ്റ്റനാക്കാം, അല്ലെങ്കിൽ അനികേത് വർമ്മയെ ക്യാപ്റ്റനാക്കാം. അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയും ജയദേവ് മുതുകട്ടും സീഷൻ അൻസാരി നമ്മൾ വൈസ് ക്യാപ്റ്റനാക്കുന്നു. അതുപോലെ നമ്മൾ ഹർഷൽ പട്ടേലിനെ ടീമിലിടണം. കമ്മിൻസിനെ വേണം. ഡുപ്ലസിസ് ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇടേണ്ടതാണ്. ഉണ്ട്. ഇനി നമുക്ക് പ്രിഡിക്റ്റഡ് പ്ലേയിലേക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഡൽഹിയുടെ അന്നിന് അഭിഷേക് പോറലും ഡുപ്ലസിസും കരുൺ നായരും രാഹുലും അക്സർ പട്ടേലും ട്രസൽ സ്റ്റെപ്സും അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക്, മോഹിത് ശർമ്മ, മുകേഷ് കുമാർ, നടരാജൻ ആയിരിക്കും ഈ ടീമിലുണ്ടാവുക. അതുപോലെ അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് പ്രൊഡിക്റ്റഡ് വിന്നറിൽ 100% ഉണ്ട്. ഡൽഹി ആയിരിക്കും ജയിക്കുന്നത്. ഒക്കെ ജയിച്ചാൽ പ്ലേ ഓഫ് സാധ്യത നടത്താം. തോറ്റാൽ സാധ്യതകൾ കുറയും. ഡൽഹിയിൽ നിന്ന് ജയിക്കാൻ ഉറച്ചിറങ്ങുമ്പോൾ ഡൽഹിയുടെ മുമ്പിൽ ഏറ്റുമുട്ടാൻ ഡൽഹിയെ തടയാനായി നിൽക്കുന്നത് പാറ്റ് കമ്മിൻസും സംഘമാണ്. ഒരു ഉച്ചരി മത്സരം തന്നെയാണ്. ഹൈ സ്കോറിംഗ് ത്രില്ലർ കാണാൻ കാത്തിരിക്കാം. ഈ മാച്ച് വിറ്റ്നസ് ചെയ്യുന്നത് ആരാണെന്ന് നമുക്കറിയില്ല. വിക്ടർ ഡൽഹിക്ക് തന്നെയായിരിക്കും. അതുപോലെ ഞാൻ ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്ലേയിങ്ങിലേക്ക് എടുത്തു വേണം. അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹിംബാക്ട്, ഇഷാൻ കിഷൻ, നിതീഷ് റെഡ്ഡി, അനികേത് വർമ്മ, കമൻജു മെൻഡീസ്, ഹെൻറി ക്ലാസിൻ, പാറ്റ് കമിൻസ്, ഹർഷൽ പട്ടേൽ, ജയദേവ് മുതുകട്ട്, സീഷൻ അൻസാരി എന്നിവരാണ്. അൻസാരിയും ആണ്. ടോസ് കിട്ടുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കും. നേരത്തെ വിഷയം പറഞ്ഞല്ലോ. ഈ മത്സരം കാത്തിരുന്ന കണ്ടതാണ്. ആചരിക്കുമെന്ന്. ഇതൊരു ഉച്ചര മത്സരം തന്നെ ആവട്ടെ. ഇതിൽ അധികം മത്സരം നമുക്ക് ഇനിയും കാണാനുണ്ട്. ഈ 55 മത്സരം നമുക്ക് ഒരു ത്രില്ലറായി കാണാൻ സാധിച്ചാൽ ഭാഗ്യമായിരിക്കും. ഇത്രയും മത്സരം കഴിഞ്ഞിട്ടും ആർക്കൊക്കെയാണ് ടോപ്പ് 4 എന്ന് ഇതുവരെയായിട്ടും ഒരെത്തും പിടി കൂടാത്ത രീതിയിലാണ് നമ്മൾ പോയി നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ മത്സരത്തിന് ശേഷം നോക്കാം ആരൊക്കെ ആയിരിക്കും എന്ന്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതുപോലെ വാട്ട് എ മാച്ച് വിറ്റ്നസ് അഗേൻസ്റ്റ് ലക്നൗ ബൈ പഞ്ചാബ് എന്ന് ഞാൻ പറയും. പഞ്ചാബ് 38 റൺസ് ജയിച്ചപ്പോൾ അതും ഒരു ഉജ്ജ്വല മത്സരമായിരുന്നു. കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധനത്തിൽ അവർ 6ാം സ്ഥാനത്ത് കയറിയിട്ടുണ്ട്. രാജസ്ഥാനും ചെന്നൈയും പോയെങ്കിൽ അതവരുടെ ദോഷപ്പെട്ട പരിപാടി കൊണ്ട് തന്നെയാണ്. ഇതിലുള്ള കളി തന്നെയാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ പ്ലേ ഓഫിലേക്കുള്ള ടീമുകൾ മുംബൈ, ഗുജറാത്ത്, ഡൽഹി ഓർ പഞ്ചാബ്, RCB ഓർ KKR ആയിരിക്കും. പക്ഷേ RCB ഇപ്പോഴും ടോപ്പ് 4 KKR കയറിയുമ്പോൾ അവർക്ക് ഇനിയുള്ള 2 കളി താഴത്തേക്ക് പോകും. ഇനി നോക്കിയിരുന്ന് കാണണം ആർക്കാണ് ടോപ്പ് 4 എന്ന്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഞാൻ പറയുന്നു. രാജസ്ഥാൻ എന്തോ പോയും കൊണ്ട് ചോദിച്ചാൽ കൊൽക്കത്ത ഇവിടെ ഇടാൻ കാണാൻ ചെയ്യും. ബുധനാഴ്ച ചെന്നൈക്കെതിരെ കളിക്കുമ്പോൾ ജയിക്കാനാവുമെന്ന് ചോദിച്ചാൽ സംശയമാണ്.
ഇത്തിരി ടഫ് മാച്ചാണത്. വെയിറ്റ് ആൻഡ് സി. ധോണിയും സംഘവും എതിരെ നിൽക്കുമ്പോൾ ചിക്കൻ സഹിച്ച് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ കൊൽക്കത്ത തോറ്റാൽ അവരുടെ പ്ലേയേഴ്സ് അത് പറയും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.